ഇവിടെ ഏറ്റവും കൂടുതൽ പാലുള്ളൊരു പശുവിനെ കാണിക്കോ? ഏറ്റവും കൂടുതൽ നമ്മൾ കറന്നിട്ടുള്ള പശു ഈ കിടക്കുന്നതാ? ഇപ്പുറത്ത് കിടക്കുന്നത് ഈ വെള്ള പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ സൈസൊന്നും ഇല്ല. വൈറ്റ് സൈസ് വേണ്ട, ഒരു ആവറേജ് സൈസാണ്. അതിനെത്ര ആ വെള്ളയ്ക്ക് എത്ര പാല് കിട്ടിയത് നമുക്ക്? 28-30 ലിറ്ററിന് അടുപ്പിച്ച് കിട്ടിയൊരു പശുവാണ്. എത്ര അധികം പ്രായമില്ലെന്നില്ല, കന്നിയാണോ അത്? ഇപ്പം കൊണ്ടുവന്നതേ. കന്നി പശുവാണ്. കന്നി പശുവാണ്, വലിയ സൈസിൽ. ചിലർക്ക് എന്താ 30 ലിറ്റർ മടിയൊക്കെ ഭയങ്കര മടി വേണം. ചില ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് 28-30 ലിറ്റർ വേണം. ഈ ഒരു പശുവിൻ്റെ മടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 28 ലിറ്റർ മേലെ കറന്നൊരു പശുവാണ്. നല്ല ബ്രീഡുള്ള പശുവാണ് അല്ലേ? ബ്രീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രീഡ് ഉണ്ടായിരുന്നാൽ മതി. പക്ഷെ വലിയ ഹെവി സൈസും അല്ല, നമുക്കൊരു ആവറേജ് സൈസിൽ ഒരു മീഡിയം തീറ്റിൽ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പുറത്ത് കിടക്കുന്നത് ഇപ്പം ഇന്നിട്ടത് ഇത് നമുക്കൊരു 28-30 ലിറ്റർ കിട്ടുകയാണല്ലേ? ഇതേപോലുള്ള പശുക്കളാണ് മൊത്തം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴും എത്ര 5 മാസം 6 മാസമായിട്ടുണ്ടോന്നല്ലേ? എല്ലാം ചിന്താമണി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണല്ലോ. നല്ല അടിപൊളി പശുക്കളാണ്. ഇതൊക്കെ നല്ല ബ്രീഡിലുള്ള നല്ല കന്നി പശു. കന്നിയായിരുന്നു 2 പല്ല് പ്രായം. ഇതൊക്കെ 2-3 പ്രസവിക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമ്പോൾ. ഇപ്പം ബാക്കി അപ്പുറ സൈഡിലും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. ഇതാണ് ഇപ്പം നിലയിലൂടെ കറക്കുന്ന ഏറ്റവും പാല് കൂടിയ സുന്ദരി. ഇപ്പുറത്തെയാണല്ലേ? ബ്ലാക്ക് കൂടി നല്ല നീണ്ട മുഖമുള്ള ഇവളാണ് ഏറ്റവും കൂടിയ പാല് കൂടിയ സുന്ദരി. ഇവിടുത്തെ ഈ ഒരു ഫാമിലെ മെയിൻ താരമാണ്. ഇവർക്ക് എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ? അതോ ജസ്റ്റ് പേരൊന്നും ഇട്ടിട്ടില്ല, എല്ലാവരും ഇവിടെ കിടക്കാണ്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ നമുക്ക് കാണാം.